ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് നോറ്റും സുഹൃതങ്ങൾ ചെയ്തുമൊക്കെ ഉണ്ണീശോയെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും സ്വീകരിക്കുവാനായി ഒരുങ്ങുന്ന ഈ ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് ഏവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്മസ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖാനുഭവങ്ങളിൽ പങ്കുചേരുവാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യമാണ് മനുഷ്യാവതാരം. ക്രിസ്തുമസ് പ്രത്യാശയുടെ വെളിച്ചമാണ് നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ തകർച്ചയുടെ വീഴ്ചകളിലും ഉണ്ടായേക്കാം, പക്ഷെ അത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുകയാണ് നമ്മുടെ ദൗത്യം. ഭൗതിക നേട്ടങ്ങൾ ഒരുപാട് നേടിയിട്ടും മനുഷ്യൻ ഇന്ന് ഏകനാണ്, അസ്വസ്ഥനാണ്. ഒരുതരം ശൂന്യത അവനെ ഭരിക്കുന്നു, സന്തോഷം പറ്റിപ്പോകുന്നു. ജീവിതത്തിൽ നിരാശയുടെ കാർമേഘം പടരുമ്പോൾ ദൈവം കൂടെയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും. ആരുമില്ലാത്തവർക്ക്, ഹൃദയം തകർന്നവർക്ക്, നിരാശയിൽ കഴിയുന്നവർക്ക്, പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നവർക്ക്, സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ കഴിയുന്നവർക്ക് ഈ ക്രിസ്മസിന് കൊടുക്കാവുന്ന അമൂല്യമായ സമ്മാനം നാം അവർക്ക് തുണയാകുമെന്ന ആശംസയാണ്. കാലത്തൊഴുത്തിൽ ഉണ്ണീശു പറഞ്ഞപ്പോൾ മാലാഖമാർ പാടിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. പ്രിയപ്പെട്ടവരെ, സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സത്വാർത്ത ലോകമെങ്ങും അറിയിക്കാം. ശാന്തിയുടെ സമാധാനത്തിന്റെ ദൂതരായി നമുക്ക് മാറാം. ജയ് ക്രൈസ്റ്റ്.